ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമേ തന്നെ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേരുടെയും ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് അറിയാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നിങ്ങളുടെ ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഏസ് ഓഫ് സോഡ്സ്. ഇനി നമുക്ക് പേഴ്സൻ്റെ എനർജി അറിയാം. പേജ് ഓഫ് വാൻസ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരുപാട് നാളുകളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു വിശ്വാസം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നൊരവസ്ഥയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മിസ്റ്ററീസ് ഉണ്ട്, നിങ്ങൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ടെന്നുള്ള തോന്നലായിരിക്കാം. ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സണുമായിട്ട് നടത്താനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ചില സത്യം ഈ ഒരു പേഴ്സണോട് തുറന്ന് പറയാനായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് നമുക്കിവിടെ നല്ലതുപോലെ കാണാം. ഒരുപക്ഷെ ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിനകത്ത് ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. അതായത് ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ആടി ഉലഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു, ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല. ചിലപ്പോൾ ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ തരാമെന്ന് പറഞ്ഞ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉഴപ്പി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു കൺഫേം ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ടാവില്ല. ഇനി എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി, അതെനിക്ക് അറിയണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു തുറന്ന് സംസാരിക്കണം, ഹോണസ്റ്റ് ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം എന്നുള്ളൊരു ചിന്ത നമുക്ക് കാണാം. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്, കള്ളത്തരങ്ങൾ പറയുന്നുണ്ടെന്നൊക്കെയുള്ള തോന്നലുണ്ടാവാം. അപ്പോൾ ഒരു വ്യക്തത ആഗ്രഹിച്ച് മുന്നോട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളുടേതായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. ഇനി അതേസമയം നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു വേരിയേഷൻ ഈ ഒരു പേഴ്സണിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതായത് അവർ വളരെ ഒരു സ്പാർക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങളോട്, ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്, റിലേഷൻഷിപ്പ് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം. പക്ഷെ ഇവിടെ ഒരു വേരിയേഷൻ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഗഹനമായിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും കുറച്ചും കൂടി ആഴത്തിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷാലോ എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ റിലേഷൻഷിപ്പിനെ കാണുന്നത്. ദാറ്റ് മീൻസ് അവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ്, ആർഗ്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും അതൊക്കെ കുത്തിപ്പൊക്കി അതിനൊരു ക്ലാരിറ്റി തന്ന് അങ്ങനെയുള്ള ഒരു രീതിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിൽ ഇപ്പോഴത്തെ അവരുടെ ഒരു എനർജിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു ഡീപ്പായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു എന്താ പറയുന്നത്, ഒരു ഡേറ്റിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു എനർജി, അല്ലെങ്കിൽ കുറേ ഫൺ മൂമെൻറ്റ്സ്, ഒരു സന്തോഷത്തിൻ്റെ ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഭയങ്കര വൈബ്രൻ്റ് ആക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ളൊരു ആഗ്രഹം, അല്ലെങ്കിൽ ആ ഒരു സ്പാർക്കാണ് ഈ ഒരു പേഴ്സണിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സൗന്ദര്യപ്പിണക്കത്തിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു രീതിയിലുള്ളൊരു ശക്തമായിട്ടുള്ളൊരു തിരിച്ചുവരവൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഉള്ള ഒരു സമയം പങ്കുവയ്ക്കാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അവർക്ക് വേണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ആ ഒരു രീതിയിലല്ല അവരുടെ ഇപ്പോഴത്തെ ഒരു ചിന്താഗതി. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ പറഞ്ഞതുപോലെ കുറച്ചും കൂടി സന്തോഷത്തോടെ, എൻജോയ്മെൻറ്റോടു കൂടി റിലേഷൻഷിപ്പ് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു അകന്ന് നിൽക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ്.
എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു എനർജീസിലുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ടും റെസൊനേറ്റ് ആവുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇപ്പോൾ എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതലായിട്ട് അറിയാം ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്, ഏത് തരത്തിലാണ് അവർ കറൻ്റ്ലി മനസ്സിൽ കാണുന്നത് എന്നുള്ളത്. കാരണം എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നില്ല അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ തീർച്ചയായിട്ടും മാറിക്കൊണ്ട് വരും. അങ്ങനെ മാറണമെന്ന് നിർബന്ധവും ഇല്ല. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുള്ളത് നമുക്ക് അറിയാം. Eight of Wands, 10 of Cups, Queen of Swords, the Hermit, 4 of Cups, Knight of Wands, 3 of Cups, Knight of Coins, Justice, Queen of Coins, 10 of Wands, the Moon, Seven of Wands, the Empress, 9 of Wands, Ace of Swords, 2 of Cups, 2 of Wands and King of Coins. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോളായിട്ട് നമുക്ക് എടുത്ത് കാണാൻ കഴിയുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ആ ഒരു അഭിപ്രായം ഈ ഒരു പേഴ്സൺ നല്ലതുപോലെ ഉള്ളതായിട്ട് കാണാം. അതായത് പല കാർഡ്സിനകത്തും നമുക്ക് ആ ഒരു എനർജീസ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നല്ലതുപോലെ ആലോചിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ പലപ്പോഴും മെച്യൂറായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ഇപ്പോൾ എന്തൊക്കെ കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവും. ഒരുപക്ഷെ പ്രായത്തേക്കാൾ ഉപരിയായിട്ടുള്ള പക്വത ചിലപ്പോൾ നിങ്ങൾ പെരുമാറ്റത്തിൽ കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതുപോലെ തന്നെ പലരും ഒരു സിംഗിൾ ഇൻഡിപെൻഡൻ്റ് എനർജിയിൽ പോകുന്ന വ്യക്തികളോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൂടുതലും ഇപ്പോൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും നിങ്ങളായിരിക്കും അവിടെ മെയിൻ ഒരു പില്ലറായിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ളൊരു പേഴ്സണൊക്കെ ആയിട്ട് നമുക്കിവിടെ കാണാം. കാരണം ഈ ഒരു വ്യക്തി അത്രയും ഒരു മെച്വർ ലെവലിൽ നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പേഴ്സണാണ്. എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്കൊരു ആ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലല്ലാന്നുണ്ടെങ്കിൽ പോലും മറ്റാരെങ്കിലുമൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു കുടുംബം നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് കരുതി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാൻ ഒരു മടിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചിലവർ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു താല്പര്യമില്ലാതെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ തലയിലായി പോയല്ലോ എന്നുള്ളതുകൊണ്ട്. ഇനി ചിലരങ്ങനെയല്ല, ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റെടുക്കാതെ ഒഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ വളരെ സിൻസിയറാണ്. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു പ്രൊവൈഡർ ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങളിൽ അവർ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ കാര്യങ്ങൾ അല്ലെങ്കിൽ പേരൻറ്റ്സ് എല്ലാവരെയും കൂടി ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവും. അതായത് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വർക്ക് ആയാലും ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നയം എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് ഈ ഒരു പേഴ്സൺ ഓവറോളായിട്ട് നിങ്ങളെക്കുറിച്ച് നല്ലതുപോലെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരേപോലെ കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും നിങ്ങൾ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഇവർ കാണുന്നത്.
മാത്രമല്ല നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് സന്തോഷം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പക്ഷേ അതേസമയം നമ്മളിങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റബേൺ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പിന്തിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ നിങ്ങളിലുണ്ട് എന്നുള്ളതും കാണാം. അത് ഒരു പക്ഷേ നമ്മൾ നേരത്തെ നിങ്ങളുടെ ഒരു ഓവറോൾ എനർജിയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന ഒരു മനസ്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കണ്ടതാണ്. ഒരു ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ വലിയൊരു എനർജി ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കറൻ്റ്ലി കൊടുക്കാത്തത് അതുകൊണ്ടായിരിക്കാം. അപ്പോൾ സ്വയം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നതായിട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പഴയതുപോലെ എക്സ്പ്രസീവ് ആവുന്നില്ല ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ നിങ്ങളുടെ എനർജി ആയിട്ട് നമുക്ക് വന്ന ആ ഒരു ഈസ് ഓഫ് സോർട്സ് ഇതിനകത്ത് ഇവരുടെ ഒരു കാഴ്ചപ്പാടിൽ പോലും നമുക്ക് ആ ഒരു എനർജി റിഫ്ലക്റ്റ് ചെയ്ത് കയറി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് മീൻസ് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് പോലും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട് എന്നുള്ളതും നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ ജെനുവിൻ ആയിട്ടും ഇവർ കാണുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല അങ്ങനെ നമ്മൾ കാണുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. കുറച്ചൊരു ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പിടിവാശിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമായിട്ട് അവർ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ കൊണ്ട് ആളുകളെ പെട്ടെന്ന് ഇഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രകൃതമായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ് കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിയെ ഒരുപാട് ആകർഷിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ സോഷ്യലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ സമൂഹത്തിലാണ്, സൊസൈറ്റിയിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും നല്ല രീതിയിൽ ഒത്തു കൊണ്ടുപോകാനുള്ളൊരു കഴിവ്. എല്ലാവരും ഒരു കുടക്കീഴിൽ നിർത്തുക എന്നൊക്കെ നമ്മൾ പറയില്ല. എന്ന് പറയുന്നത് പോലെ ആ ഒരു രീതിയിലുള്ള ഒരു എനർജി ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വളരെ ജെന്യുവിൻ ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാളായിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കാണാം നിങ്ങൾ ഒരു ന്യായത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ന്യായത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വ്യക്തികളെന്ന് പറയുമ്പോൾ അവരുടെ ഒരു മറ്റൊരു സൈഡെന്ന് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു തർക്കമോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ട് കളയുന്ന ഒരു സ്വഭാവമല്ല. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനും മടിയില്ലാത്തൊരു വ്യക്തിത്വമായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ജെനുവിൻ പേഴ്സണാലിറ്റി, മാത്രമല്ല നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കള്ളത്തരമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൻ്റെ എനർജി ആയിട്ട് തന്നെ അവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ഒരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളായിരിക്കാം. അതെല്ലാം ചിലപ്പോൾ നിങ്ങളിലൊരു ബേർഡനായിട്ട് മാറുന്നുണ്ടാവാം. അതായത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പ്രായത്തിനേക്കാൾ ഉപരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ഏജ് വൈസ് അത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു കുറച്ചും കൂടി പ്രായമുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടാവും. അതായത് ഈ പറഞ്ഞതുപോലെ ഒരു ബേർഡൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അത്രയും ആ ഒരു ഭാരം ചുമന്ന് പോകുന്ന ഒരു പേഴ്സണായിട്ട് തന്നെ ഈ ഒരു വ്യക്തി കാണുന്നുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഏത് കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ആ ഒരു ഇപ്പോൾ ചിലവരിലാണെന്നുണ്ടെങ്കിൽ ഒരു ആരംഭശൂരത മാത്രമേ ഏത് കാര്യത്തിനും ഉണ്ടാവുള്ളൂ. പിന്നീട് അവർ ഇടക്ക് വെച്ച് ഇട്ട് കളയും. അപ്പം അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എന്താണോ അതിൽ വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ വരെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട്, ആ ഒരു റിസൾട്ട് കിട്ടുന്നത് വരെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ അവർ നിങ്ങളെ നോക്കി കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എനർജീസിൽ പല കാര്യങ്ങളും കയറി വന്നിട്ടുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ളൊരു പ്രകൃതിയാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതുപോലെ നോക്കി കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്.
അതായത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനെ നന്നായി നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളരെ കുറച്ചൊരു സീരിയസ് മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടും കൂടി അവരെ നോക്കി കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി കുറച്ച് ഇമ്മച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ നേരത്തെ എടുത്തപ്പോഴാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു എനർജിയിലും ആ ഒരു പേജ് ഓഫ് വൺസ് എനർജിയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ ചിലപ്പോൾ 20 വയസ്സ് നിങ്ങളെക്കാളും ഏജ് കൂടുതലുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഇമ്മച്യൂരിറ്റി ഉണ്ട് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അവർക്ക് നിങ്ങൾ കുറച്ചൊരു സീരിയസ് ടൈപ്പാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡീപ്പായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളായിട്ട് തോന്നുന്നത്. ലൈഫിലാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസസ് നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ ഈ 2 കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങളുടേതായിട്ടുള്ള 2 അവസ്ഥയാണ്, അല്ലെങ്കിൽ 2 എക്സ്ട്രീം ആണെന്ന് പറയാം. അപ്പോൾ ഒരുപക്ഷേ നിങ്ങളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ പോവാണ്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങളുടേതായിട്ടുള്ള ഒരു 100% എഫേർട്ട് ഇട്ട് എല്ലാ രീതിയിലും നിങ്ങൾ ആ ഒരു പേഴ്സണെ കംഫർട്ടാക്കി വെക്കുന്നുണ്ടാവാം. അവർക്കിവിടെ ഈ ഒരു എംപ്രസ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഹസ്ബൻഡ് വൈഫ് മെറ്റീരിയലൊക്കെ പോലെയാണ് അവർ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ഗൈഡൻസ്, സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന, ചേർത്ത് നിർത്തുന്ന ആ ഒരു മദർലി ഫീലിംഗ്, അഫെക്ഷനൊക്കെ ഉള്ള ഒരു തരത്തിലുള്ളൊരു എനർജി. അതായത് അത്രയും ഒരു കംഫർട്ട് ലെവൽ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഈ ഒരു എംപ്രസ് എനർജിയുടെ അത്രയും ഒരു സേഫ് സോൺ എന്ന് പറയാനായിട്ട് വേറൊരു എനർജിക്ക് സാധിക്കില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ലെവലിൽ ചിലപ്പോൾ നിങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഈ ഒരു പേഴ്സണോട് നിങ്ങൾ ബിഹേവ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മറ്റൊരു എക്സ്ട്രീം എന്ന് പറയുന്നത്, ഇനിയിപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ഇടഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇതേ സ്വഭാവമുള്ള നിങ്ങൾ തന്നെ നേരെ എക്സ്ട്രീമിലേക്ക് പോയെന്നും വരാം. അതായത് അപ്പോൾ അത്രയും ഡിഫെൻസീവായിട്ട് ഇത്രയും സ്നേഹത്തോടെ നിന്നിരുന്ന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും നേരെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങളെങ്കിൽ അത്രയും എക്സ്ട്രീമായിട്ട് നിൽക്കാനോ ബൗണ്ടറി സെറ്റ് ചെയ്ത് നിർത്താനോ എന്നും നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവണമെന്നില്ല. അതായത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും വളരെ ശക്തമായിട്ട് നിങ്ങളെ എതിർത്ത് നിൽക്കുന്ന ഒരു എനർജി. അത് നമ്മൾ നേരത്തെയും പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റിസിൻ്റെ കാര്യമൊക്കെയാണ് പറഞ്ഞതെങ്കിൽ കൂടിയും ഒരു ന്യായത്തിന് വേണ്ടി വാദിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് വേണ്ടി വാദിക്കാൻ നേരത്ത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ആ ഒരു കെയർ, ലവ്, അഫെക്ഷൻ എന്നുള്ള സംഗതിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനു വേണ്ടി ശബ്ദിക്കാനും നിങ്ങൾക്ക് യാതൊരു മടിയില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ആ ഒരു പേഴ്സണുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹഡിൽസ് കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപാട് ഏഹ്, എന്താ പറയുന്നത്, ഒരുപാട് ഇൻസിഡൻസ് നിങ്ങൾക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ അതെല്ലാം നിങ്ങൾ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലോ, അല്ലെങ്കിൽ ഒരിക്കലും വീണ്ടെടുത്ത് എണീക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതെല്ലാം നിങ്ങൾ അതിസമർത്ഥമായിട്ട് ആ ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ ഓരോ ഹഡിൽസും നിങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. അല്ലെങ്കിൽ അത്രയും ഒരു ചങ്കൂറ്റമുണ്ട്. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് നേരിടാനുള്ള ഒരു വിൽ പവർ നിങ്ങൾക്കുള്ളതായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് പേഴ്സൺ ആയിട്ട് തന്നെയാണ് ആ ഒരു എനർജി എന്നൊക്കെ പറയുമ്പോൾ. കാരണം ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് നേരിടുന്ന ഒരു വ്യക്തി, അവർക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോന്നിട്ടുള്ളതെന്ന്. അപ്പം അങ്ങനെ ഏത് പ്രശ്നമാണെന്നുണ്ടെങ്കിലും അതെല്ലാം ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി നിങ്ങളിലുള്ളതായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് നിങ്ങളുടെ ആ ഒരു ഓവറോൾ എനർജി ലേസ് ഓഫ് സോഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു പേഴ്സണും അത് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ വളരെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ആ ഒരു എനർജി നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്ലാരിറ്റി ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു പേഴ്സണാണ്. ഏത് കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തത, കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. മാത്രമല്ല ഒരു ഒളി മറ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൊരു സംഗതിയും കൂടി അവിടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ളൊരു എനർജി പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കുറച്ചൊരു ഓവർ തിങ്കിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് തലപുണ്ണാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്വയം ആലോചിച്ചിട്ട് ഓരോന്ന് ക്രിയേറ്റ് ചെയ്യാന്ന് നമ്മൾ പറയില്ലേ, ആലോചിച്ച് തലപുണ്ണാക്കി ഒരു ആങ്സൈറ്റി, ഫിയർ ഒക്കെ വരുത്തി വെക്കുന്ന ആ ഒരു മെന്റാലിറ്റി ഉള്ളതായിട്ടും അവർ നോക്കിക്കാണുന്നുണ്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഡ്രോബാക്ക് ആയിട്ടായിരിക്കും ഈ ഒരു പേഴ്സൺ കാണുന്നത്. കൂടുതലായിട്ടും ആലോചിച്ച് ആലോചിച്ച് പ്രശ്നങ്ങളിലേക്ക് പോവുക, അല്ലെങ്കിൽ ഉള്ള മനസ്സമാധാനം ആലോചിച്ച് നഷ്ടപ്പെടുത്തുക എന്നൊക്കെയുള്ള ഒരു രീതിയിൽ. ഒരുപക്ഷെ ഈ ഒരു വ്യക്തി എപ്പോഴും ചില്ലായിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. കൂടുതലൊരു ഡീപ്പ് തിങ്കിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കാം. അവർ കൂടുതൽ ഒരു ഫൺ ലവിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു സീരിയസ് മെന്റാലിറ്റി ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം അങ്ങനെയുള്ളവരാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ ഈ ഒരു തരത്തിൽ ജഡ്ജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 പേർക്കും ഇങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങൾക്ക് റെസൊണേറ്റ് ആവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.
തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പമുള്ള ഒരു ഫ്യൂച്ചർ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് കാണാം. അത് മാത്രമല്ല ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളോടൊപ്പമുള്ള ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൂടുതലായിട്ടും ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്. അവർ ഓരോ കാര്യങ്ങൾ കണ്ടു വെക്കും. പോകുന്ന പോലെ പോട്ടെ എന്ന് വിചാരിക്കുന്നവരല്ല. ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ആൾക്കാരുണ്ടാവും. മേ ബി നിങ്ങൾ ആ ഒരു തരത്തിലുള്ളൊരു പ്രകൃതമായിരിക്കാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഈ ഒരു പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹസ്ബൻഡ് ഓർ വൈഫ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു വ്യക്തിയാണെന്നുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ കപ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പരസ്പരം ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കൊടുത്ത് ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന 2 നല്ല വ്യക്തികളായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു ക്ലാരിറ്റി വേണം എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഈ ഒരു പേഴ്സണ് പകൽച്ചയിലാണെന്നുണ്ടെങ്കിലും വീണ്ടും വരാനായിട്ട് താല്പര്യത്തോടെ നിൽക്കുന്ന ഒരു പേഴ്സണാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു ഇമ്മെച്യൂരിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടാവാം. അല്ലെങ്കിൽ കുറച്ചൊരു ചൈൽഡ് ലൈക്ക് ബിഹേവിയർ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഏതെങ്കിലുമൊക്കെ സമയത്ത് കാണിക്കുന്നുണ്ടാവാം. മാത്രമല്ല നിങ്ങളുടെ ഒരു നേച്ചർ ഇങ്ങനെയാണെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും കാണുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഇവരത് കുട്ടികളിയായിട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടാവാം. അപ്പോൾ ആ ഒരു എനർജിയും കൂടി നമുക്കിവിടെ കാണാം. എന്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യം കൂടിയാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു മാറി പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ സ്വതവേ ഇത്തരത്തിലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയായിട്ട് കൂടിയും ചിലപ്പോൾ ആ ഒരു പഴയ എനർജിയോ വൈബ്രൻസോ ഒന്നും ഈ ഒരു പേഴ്സണോട് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അത് അവരെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. ഇവിടെ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 9, നമ്പർ 11 ആൻഡ് നമ്പർ 18. ഇനി അതുപോലെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ്, വിർഗോ, പൈസസ് ആൻഡ് ലീബ്ര. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു ഓവറോൾ എനർജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.